ഇപ്പോൾ ഏതൊരു ഒഴിഞ്ഞ പോട്ട് കണ്ടാലും അതിൽ ഏത് ചെടി വെക്കാം, എങ്ങനെ ചെടി വെക്കാം എന്നുള്ള ചിന്തയാണ്. കഴിഞ്ഞ ദിവസം പിള്ളേർ വീട്ടിൽ വന്നപ്പോൾ 2-3 ഐറ്റം ചെടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ ബട്ടർഫ്ലൈ പ്ലാന്റ് ഓൾറെഡി വെള്ളത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് അതിനകത്തുനിന്ന് ചൈനീസ് വയലറ്റ് നടാന്നാണ് കരുതുന്നത്. പണ്ട് ഈ പാത്രത്തിൽ ചെടി വെച്ചിരുന്നത് കൊണ്ട് തന്നെ ഡ്രൈനേജ് ഹോൾ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്ന് വലുതാക്കി കൊടുക്കണമായിരുന്നു. അങ്ങനെ അതിൻ്റെ പണി കഴിഞ്ഞ് ഇതാ പോട്ടി മിക്സ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. മണ്ണ്, മണല്, ചകിരിച്ചോറ്, അതുപോലെ വെണ്ണീറും കൂടെയാണ് എടുത്തേക്കുന്നത്, അതായത് ചാരം. ഇത്രയും 4 ഐറ്റം കൂടിയാണ് ഞാനിവിടെ മിക്സ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി മണ്ണായിട്ട് എടുത്തിരിക്കുന്നത് കരിയിലൊക്കെ കത്തിച്ച് കിട്ടിയിരുന്ന ആ ഒരു മണ്ണാണ്, അതുകൊണ്ടാണ് ഒരു ബ്ലാക്ക് കളറിലിരിക്കുന്നത്. ചാരം അതുകൊണ്ട് തന്നെ എടുക്കേണ്ട ആവശ്യമില്ല. ചെടിയൊക്കെ വളർന്ന് വലുതാവുന്നതിനനുസരിച്ച് ഘട്ടം ഘട്ടമായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഇന്ന് പിന്നെ ഓൾറെഡി അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ കുറച്ചൊന്ന് മിക്സ് ചെയ്യാമെന്ന് കരുതി, അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ തോതിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്തെങ്കിലും തരത്തിലുള്ള കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ചാരം ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ ഓൾറെഡി പിള്ളേർ കൊണ്ടുവന്ന സമയത്ത് തന്നെ വാടി പോവാതിരിക്കാൻ ഇതുപോലെ ഒരു ഒഴിഞ്ഞ ചട്ടിയിൽ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാ പ്ലാന്റും. കാരണം അവർ പ്ലാന്റ്സ് കൊണ്ടുവന്ന സമയം നടാൻ അത്രയ്ക്ക് അനുയോജ്യമല്ലാത്തത് കൊണ്ടാണ് ജസ്റ്റ് അതൊന്ന് നട്ടു വെച്ചത്, കാരണം വാടി പോവാതിരിക്കാൻ. അതുകൊണ്ട് തന്നെ പിറ്റേന്നാണ് ഞാനിപ്പോൾ ഇത് ശരിക്കൊരു പോട്ടി മിക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നടാൻ പോകുന്നത്. ഈ ചൈനീസ് വയലറ്റിൻ്റെ തന്നെ ലൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് ഓൾറെഡി നമ്മൾ കളക്ട് ചെയ്യുന്നതും നടന്നതുമായിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തെ കളറാണ്. ഇതിൻ്റെ തന്നെ യെല്ലോയും വൈറ്റും ഒക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. തുപ്പലാമ്പട്ടി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു നാട്ടുമ്പുറത്ത് കാണുന്ന സാധാ ക്രീപ്പർ പ്ലാന്റ് ആണിത്, പക്ഷേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സാണ്.